ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യം എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വളരെ വൈകിയാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനമെടുത്തു. എന്തായിരുന്നു? കുടുംബത്തിനും സമൂഹത്തിനും വഴികാട്ടിയാവുന്ന രീതിയിൽ ഒരു ടീച്ചർ ട്രെയിനി ആയി മാറുക എന്നുള്ളതായിരുന്നു ആ തീരുമാനം. ഓക്കെ, എന്തായാലും നമുക്കതിൻ്റെ ആദ്യഘട്ടം, അതായത് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് റൂമാണ് ഇന്ന് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 2-3 ആഴ്ചയോളം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരിക്കും. അതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലാസ്സുകൾ, അതായത് ചൈൽഡ് സൈക്കോളജി, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, സ്കൂൾ മാനേജ്മെൻറ്റ്, പിന്നെ പ്രീ പ്രൈമറി തിയറി അല്ലെങ്കിൽ മോണ്ടിസോറി ഫിലോസഫി, അതുമല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അറബിക് ആൻഡ് ഗ്രാമർ. ഈ 3 കോഴ്സിൻ്റെയും മെയിൻ പേപ്പറിൻ്റെ പേരാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇംഗ്ലീഷും. ഈ ഓരോ വിഷയങ്ങളും ഓരോ ദിവസങ്ങളിലായി നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതാണ്. പക്ഷേ ബിഫോർ ദാറ്റ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു ടീച്ചർ ട്രെയിനി ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ the quality that we must have is to communicate our children with English. നമ്മൾ ക്ലാസ്സിലെ കുട്ടികളുമായിട്ടും നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരുമായിട്ടും പിന്നെ ഇംഗ്ലീഷിൽ ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് ക്രമേണ ഗ്രാജുവലി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ തന്നെ ഇപ്പോൾ ചില ആൾക്കാരെ മുഖത്തൊക്കെ ഒരു പേടി കാണുന്നുണ്ട്. പഠിച്ചോലെ പെട്ടോ, കുടുങ്ങിയോ, ഇംഗ്ലീഷിൻ്റെ കാര്യം കഷ്ടകാലമാണ്, അത് നടക്കൂല, ഇംഗ്ലീഷ് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് എന്നൊക്കെയുള്ള ഒരു ഭയം നിങ്ങളെ മുഖത്തുണ്ട്, കാണുന്നുണ്ട്. ഞാൻ നിങ്ങളെ മുഖം കാണുന്നില്ലെങ്കിലും ആ ഭയം എനിക്ക് ഊഹിക്കാൻ പറ്റും. കാരണം കുറേ കാലമായില്ലേ ഈ പരിപാടിയിൽ തുടങ്ങിയിട്ട്. സോ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമ്മളൊന്നും ശരിയായ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. ഒന്ന് ശ്രമിച്ചു നോക്കും, നിങ്ങൾ വിജയിക്കും നോക്കണ്ട. ആദ്യം ആത്മാർത്ഥമായി ശ്രമിക്കാതെ പിന്നെ നമ്മൾ ഈ ക്വാളിറ്റി എനിക്ക് കിട്ടൂല അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അല്ലേ. ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരുങ്ങണം കേട്ടോ. ഓക്കെ, എന്തായാലും ഇപ്പം നിങ്ങളെ മനസ്സിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ അറിയാം, സാറേ പുളു പഠിക്കരുത്, ഇംഗ്ലീഷ് പ്രയാസമുള്ള ഭാഷയാണെന്ന് സാറിനും അറിയാം, ഞങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയാം. ഇപ്പം ഞങ്ങളെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി സാറ് പുളു പഠിക്കൊന്നും വേണ്ട, പിന്നെ പഠിച്ചാൽ പഠിയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഒരു ബലികേറമല തന്നെയാണ്. സത്യം പറഞ്ഞാലേ ഞാൻ എൻ്റെ മൗലൂദ് പറയില്ല കേട്ടോ, ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ്, സ്ഥലം കോട്ടക്കലാണ്. 94-ലാണ് SLC കഴിഞ്ഞത്. മലപ്പുറം ജില്ലയിലെ PSMO കോളേജിലായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ +1 +2 ഡിഗ്രിയൊക്കെ അവിടെ ആയിരുന്നു. 2001-ലാണ് PG MA ഇംഗ്ലീഷ് കഴിഞ്ഞത്. അത് കോഴിക്കോട് ഫറൂഖ് കോളേജിലായിരുന്നു. ദിസ് ഈസ് മൈ പ്രൊഫൈൽ. അതിനുശേഷം ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ശരിക്കും ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ, ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തന്നെയാണ് നമ്മുടെ മേഖല. ഓക്കെ, അപ്പോൾ ആ ഒരു മേഖലയിൽ ഇത്രയും വർഷം വർക്ക് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു സംഭവം പഠിയാത്തത്. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ പലപ്പോഴായിട്ട് പല ടിപ്സുകൾ പറഞ്ഞു തരും. ക്ലാസ് ഇതിലൂടെ കേട്ട് ഇതിൽ കൂടെ തന്നെ കളയരുത്. ക്ലാസ് റെക്കോർഡിംഗ് ഉണ്ട്. റെക്കോർഡിംഗ് ചെയ്ത ക്ലാസ്സിൻ്റെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചാനൽ ലിങ്ക് ഇന്ന് രാത്രിയോട് കൂടിയോ നാളെ രാവിലെയോട് കൂടിയോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരും. അപ്പോൾ ക്ലാസ് ലൈവായി കേൾക്കാൻ കഴിയാത്തവർക്കും ഇനി വീണ്ടും കേൾക്കാൻ ആഗ്രഹമുള്ളവർക്കും ആ ലൈവിൽ ആ ലിങ്കിൽ കയറി ക്ലാസ് കാണാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് കുറേയൊക്കെ വഴങ്ങണം. അത് നിങ്ങളൊക്കെ പാട്ട് പാടാറില്ലേ അല്ലേ? വീട്ടിലൊക്കെ തനിച്ചിരിക്കുമ്പോൾ പിന്നെ ഹസ്ബൻഡൊന്നും കേൾക്കാതെ, മക്കൾ തീരെ കേൾക്കാതെ പാട്ട് പാടാറുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് പാടാൻ ജന്മസിദ്ധമായിട്ടുള്ള വാസന വല്ലതുണ്ടോ? അല്ലോ, ചില ആൾക്കാർ പാടുന്നത് കേട്ടാൽ ആ പഞ്ചായത്തേക്കേ പോകില്ല, അവിടുന്ന് കൂടി രക്ഷപ്പെടും. അത്രയും നല്ല വോയിസ് ആയിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ വോയിസാണ് പറഞ്ഞു കേട്ടത്.
ഞാൻ പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറിയാൽ ഓഡിയൻസ് ആരും ഉണ്ടാവണമെന്നില്ല, അത്രയും മോശം സൗണ്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ റിയലി പാട്ട് നിങ്ങളിതിൽ പഠിച്ചവരുണ്ടാവും അല്ലേ, നല്ല വോയിസൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തവരുണ്ടാവും. ഈ പ്രാക്ടീസ് തന്നെയാണ് മുഖ്യമായ കാര്യം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ പ്രാക്ടീസിലൂടെ അല്ലാതെ പഠിക്കാൻ പല വിഷയങ്ങളും കഴിയൂല, പ്രാക്ടീസോട് കൂടി തന്നെ കഴിയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ബിരിയാണി നിങ്ങൾ പാചകം ചെയ്യുക. നിങ്ങൾ ഏതോ ഒരു എന്താ പറയുക, ഈ പാചകക്കുറിപ്പിൽ നിന്ന് ബിരിയാണി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിച്ചുകൊണ്ട് നിങ്ങൾ അടുക്കളയിൽ കണ്ട് കയറിയിട്ട് കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി, എന്തായാലും ബിരിയാണി വേവായി. അത് കഴിക്കാൻ പറ്റുമോ? മിക്കവാറും അത് ബിരിയാണി ആവില്ല, വേറെന്തെങ്കിലും പേരിൽ, പുതിയ ഒരു പേരിൽ അറിയപ്പെടേണ്ട ഭക്ഷണമായിരിക്കും അത് അല്ലേ. കാരണം ബിരിയാണിൻ്റെ അടുത്തുകൂടി പോയിട്ടുണ്ടാവില്ല. ഇവിടെ എന്താ കുറഞ്ഞത്? പ്രാക്ടിക്കൽ നോളേജാണ്. നിങ്ങൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ട് നീന്തൽ എങ്ങനെ പഠിക്കാം, ഓക്കെ, ആ ബുക്ക് നിങ്ങൾ ഫുള്ള് പഠിച്ചു, നിങ്ങൾക്ക് എക്സാം നടത്തി A+ കിട്ടി, നിങ്ങളെ കുളത്തിന് മുമ്പിൽ കൊണ്ടുപോയി തള്ളിയിട്ടു. എന്താ ഉണ്ടാവുക? ഒരു 5-6 മിനിറ്റ് കൊണ്ട് പല കാര്യം തീരുമാനമാവും അല്ലേ. ഒന്ന്, നിങ്ങളെ കുടുംബങ്ങളിലേക്ക് വിളിച്ചറിയിക്കേണ്ടി വരും, കാരണം മുങ്ങി മരിച്ചാൽ വിളിച്ചറിയിക്കണ്ടേ അല്ലേ. രണ്ടാമത്, മിക്കവാറും ശ്മശാനത്തിൽ സ്ഥലം ബുക്ക് ചെയ്യേണ്ടി വരും. ഐ മീൻ അവിടെ നമ്മൾ ഈ ആദ്യം പറഞ്ഞ് റെഡിയാക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ തീരുമാനമാവും. ഇവിടെ എന്താ കുറവെന്നത്? ഇത്തരം കഴിവുകളൊക്കെ നമ്മൾ ക്യാൻ ബി ഓൺലി അച്ചീവബിൾ ഓൺലി ത്രൂ പ്രാക്ടീസ്. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസോട് കൂടി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് ക്ലാസ് ആരംഭിക്കുന്ന മുമ്പേ ഞങ്ങൾക്കൊരു പ്രാക്ടീസ് പറയുകയാണ്. കുറേയൊക്കെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം. രാവിലെ ഒരാളെ കണ്ടാൽ എന്താ പറയുക, ഉച്ചയ്ക്ക് ശേഷം ആളെ കണ്ടാൽ എന്താ പറയുക, ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് സ്റ്റൈലിൽ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. വീട്ടിലാരും കേൾക്കണ്ട, കാരണം നിങ്ങളിങ്ങനെ ഇംഗ്ലീഷൊക്കെ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് പറയുമ്പോൾ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും, അവർ കേൾക്കും, പഠിച്ചമ്പുരാനെ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം കുട്ടിക്ക് ഇതാ എന്തൊക്കെയോ ഒറ്റയ്ക്ക് സംസാരം തുടങ്ങിക്കണേ. ഞങ്ങളുടെ നാട്ടിൽ ഈ മലപ്പുറത്തൊക്കെയും ഒറ്റയ്ക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ലക്ഷണമാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, നിങ്ങൾ ഡോറ് കുറ്റിട്ടോളൂ, എന്നിട്ട് തുടങ്ങിക്കോളൂ. എന്നാൽ ഹസ്ബൻഡ് കേട്ടോട്ടെ, കാരണം മൂപ്പർക്ക് ഇതൊക്കെ അറിയാം. അദ്ദേഹം ഗൾഫിലൊക്കെ പോയി അല്ലെങ്കിൽ പുറത്തൊക്കെ സഞ്ചരിച്ച് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വക സംഭവമൊക്കെ അറിയാം. ഓക്കെ, ഇന്ന് തന്നെ സാറ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരോട് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങേണ്ട, മൂപ്പര് അത് നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളായിരിക്കും, തിരിച്ചിങ്ങോട്ട് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, കണ്ണാടിൻ്റെ മുമ്പിൽ നമ്മൾ ഡെയിലി പോയി നിൽക്കുന്നവരാണല്ലേ, ഒരു കാര്യമില്ലാതെ 1/4 മണിക്കൂർ അവിടെ ചിലവഴിക്കും. എന്നാൽ ഈ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ കണ്ണാടിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ പറയുമ്പോൾ അതിന് വ്യക്തമായ കാര്യമുണ്ട്, ഉദ്ദേശമുണ്ട്, അത് ലക്ഷ്യപ്രാപ്തിയിലെത്തുകയും ചെയ്യും. കാരണം എനിക്ക് 100% കോൺഫിഡൻ്റ് ആണ് ഞാൻ ഈ കാര്യത്തിൽ. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗുഡ് മോർണിംഗ് എന്ന് ഈ നമ്മൾ മലയാളികൾ അങ്ങനെയാണ്, എന്ത് അക്ഷരം കണ്ടാലും അത് ഫുള്ളായിട്ട് ഉച്ചരിച്ചാലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. എന്നാൽ ആ രൂപത്തിൽ അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് സ്റ്റൈലിൽ പറഞ്ഞു നോക്കാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. കണ്ടോ ഞാൻ പറയുന്നത് കേൾക്കണേ നിങ്ങൾ? ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് 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 മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഇനി ഇതൊക്കെ നമ്മൾ പല സമയങ്ങളിൽ ആളുകളെ കാണുമ്പോൾ പറയേണ്ടതാണ് ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഒരു 11:30 മണി വരെയും അല്ലെങ്കിൽ ഒരു 12 മണിൻ്റെ മുമ്പ് വരെ നിങ്ങളൊരാളെ കാണുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഗുഡ് മോർണിംഗ്. ആൻഡ് വെൻ യു വാച്ച് ഹിം ആഫ്റ്റർ 12 o'clock you can just address him by saying good afternoon. And when you see him in the evening or at midnight also, you can start your communication with him by saying good evening. രാത്രി ഒരാളെ ഫസ്റ്റ് കാണുമ്പോൾ ഗുഡ് നൈറ്റ് പറയരുത്. അത് ഗുഡ് നൈറ്റ് രാത്രി കാണുമ്പോൾ പറയാനുള്ളതല്ല, രാത്രി പിരിയുമ്പോൾ പറയാനുള്ളതാണ്. ഇതാദ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ നാവൊക്കെ ഒന്ന് വഴങ്ങി വരട്ടെ. മനസ്സിലായില്ലേ? നമ്മുടെ നാവൊക്കെ ഒന്ന് വഴങ്ങി റെഡിയായി വരാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. രാത്രി ഒരാളെ കണ്ട് പിരിയാണെങ്കിൽ ഗുഡ് നൈറ്റ്. പകൽ ഒരാളെ കണ്ട് പിരിയാണെങ്കിൽ ഗുഡ് ബൈ.
ഗുഡ് ബൈ. ഞാൻ ഉച്ചരിക്കുന്നത് കേൾക്കണില്ലേ? ഗുഡ് ബൈ അല്ല, ഗുഡ് ബൈ. ഡി ഇല്ല, ജി മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് നമ്മൾ ഉച്ചരിക്കുന്നവർക്ക് തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരിക്കണം. അങ്ങനെ പഠിച്ചവരാ നമ്മളതൊക്കെ മാറണം. ഒക്കെ മാറും, ശ്രമിച്ചാൽ മാറും. അപ്പോൾ ഇനി കണ്ണാടിന് മുമ്പിൽ നിൽക്കുന്നത് വെറും മേക്കപ്പ് ചെയ്യാൻ മാത്രം ആവരുത്, ഇതും കൂടി ആവട്ടെ. കാരണം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഭാവി ലഭിക്കാനുണ്ട്. ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് ലൈക്ക് ഇംഗ്ലീഷ് നാഷണൽസ് ഓർ ബ്രിട്ടീഷ് നാഷണൽസ്, യു ക്യാൻ ഗെറ്റ് എ ഗുഡ് ജോബ്. ഇന്നൊക്കെ നമുക്ക് ഈ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ വരെ നല്ല ജോബുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള പല ടീച്ചർ ട്രെയിനിങ്ങളുടെയും ഭർത്താക്കന്മാർ ഗൾഫിലായതുകൊണ്ട് അവർ ഗൾഫിലെത്താനും ഒരു നല്ല ഇൻ്റർനാഷണൽ സ്കൂളിൽ ജോലി കിട്ടാനും വളരെ ഈസിയാണ്. പക്ഷെ കിട്ടിയ ശേഷമാണ് പ്രശ്നമാവല്. കാരണം ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അവിടെ ചിരിക്കലും കരച്ചിലും വരെ ഇംഗ്ലീഷിലാവും. ഞാനൊരു എന്നെ അതിശയത്തിൽ കൂട്ടി പറഞ്ഞാണ്, സംസാരം മാത്രം ആവില്ല, ബാക്കി പലതും ഇംഗ്ലീഷിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നന്നാവും നോക്കാം. നമ്മൾ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ ആട് പരാജയപ്പെട്ട് പോട്ടെ അല്ലേ? എന്തെല്ലാം നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മളെ ചങ്കായി, നമ്മൾ സ്കൂളിൽ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് നമ്മളെ ചങ്കായിട്ട് നമ്മളെ കൂടെ വന്ന ഒരു കൂട്ടുകാരി നമുക്കുണ്ടായിരുന്നു. നമ്മൾ അവളായിട്ട് പല കാര്യവും ഷെയർ ചെയ്തിരുന്നു. അതിൽ തള്ളു വരെ ഉണ്ടായിരുന്നു. അവളും നമ്മളെ കൂടെ ഉണ്ടോ അല്ലേ? ആ അഡ്രസ് പോലും നമുക്കറിയില്ല, വിളിക്കാറുമില്ല, എവിടെ നമുക്കറിയില്ല. അങ്ങനെ പല ആളുകളും പല സംഭവങ്ങളും നമ്മൾ ലൈഫിൽ വന്ന് അങ്ങനെ പോകും. അതുപോലെ ഇംഗ്ലീഷും വരുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷിനെ വിടരുത്. കാരണം ഇവനാള് നമുക്ക് ജീവിതം പറഞ്ഞിരുന്ന ആളാണ്. നിങ്ങളെക്കാൾ വളരെ മോശമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചു വന്നൊരാളാണ് ഞാൻ. ഓക്കെ, കാരണം നിങ്ങളിപ്പോൾ ഒരുപാട് ഭാഗ്യന്മാരാണ്. യൂട്യൂബ് ഉണ്ട് അല്ലേ? യൂട്യൂബിൽ കൂടി തന്നെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗൂഗിളുണ്ട്, ചാറ്റ് GPT ഉണ്ട്, ജെമിനി ഉണ്ട്, ഇനി വേറെന്തൊക്കെ ഇനിയിപ്പോൾ ആമിനിയും റസിയും ഒക്കെ വരും കുറച്ച് കഴിഞ്ഞാൽ. ഇതൊക്കെ പുതിയ പേരിൽ പുതിയ സംഭവങ്ങൾ വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജെമിനി ഗൂഗിളിൻ്റെ ഒരു തരം ചാറ്റ് GPT പോലുള്ള സംഭവമാണ്. ഈ ചാറ്റ് GPT എന്താ ഞാൻ പറയുന്നില്ല, നമ്മൾ വഴി നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒരു ബുക്ക് വാങ്ങി കിട്ടിയാലായി. എന്നൊക്കെ ബുക്കിന് നല്ല വിലയുമാണ്. ഓക്കെ, അപ്പോൾ അത് ബുക്ക് നോക്കിയിട്ട് വേണം അതൊക്കെ പഠിക്കാൻ. ബട്ട് ഞങ്ങൾ പഠിച്ചുണ്ടാക്കി. കാരണം ഞങ്ങളതിൻ്റെ എന്താ പറയുക, നെല്ലും പതിരുമൊക്കെ കൃത്യമായി അറിഞ്ഞ് പഠിക്കാൻ ശ്രമിച്ചവരായിരുന്നു. അതുകൊണ്ട് നന്നായി പഠിച്ചുണ്ടാക്കി. നിങ്ങളും അങ്ങനെ പഠിച്ചു നോക്കൂ, ഇത് പഠിക്കുകയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഒരു പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങളെ കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സംഭവം. അപ്പോൾ ആ ഒരു ക്ലാസ്സിന് ലെഫ്റ്റ് അടിച്ച് പോകണ്ട. ആരെക്കൊണ്ടും ഇന്ന് ഇംഗ്ലീഷ് പറയിപ്പിക്കൂല, അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷ് പറയിപ്പിക്കൂല. ഒരു 5-6 ക്ലാസ് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കുള്ളൂ കേട്ടോ. ചില ആൾക്കാർ പഠിച്ചമ്പരാനെ കൊടുങ്ങിയ ഇത് ക്ലാസ്സിന് ജോയിൻ ചെയ്തതാണ്, കൊടുങ്ങോ ഞാൻ മാഷ് ക്യാമറയൊക്കെ ഓണാക്കിങ്ങാണ്ട് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പറയോ മലയാളം തന്നെ മര്യാദക്ക് പറയാൻ അറിയില്ല, അപ്പോഴാണ് എന്നോട് ഇംഗ്ലീഷ് പറയാൻ പറയുന്നത്. ഈ ധാരണ നമുക്ക് ആദ്യം ഉണ്ടാവരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വയം പരിചയപ്പെടുത്തൽ. നമ്മൾ ഏതൊരു സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, സ്വയം പരിചയപ്പെടുത്തുക. ഇതിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഈ ഒരു പ്രൊഫഷനിലുള്ളത്. കാരണം ഇൻ്റർവ്യൂവിന് പോകേണ്ട സമയത്ത് നമുക്ക് സ്വയം പരിചയപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വയം പരിചയപ്പെടുത്തേണ്ട സമയത്ത് നമുക്കത് ചെയ്യാൻ കഴിയുന്നെ വേണം. അതിനൊരു ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. നിങ്ങൾ ഇന്നിപ്പോൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ കണ്ണാടി മുമ്പ് തന്നെയാണ്. കാരണം അത് വേണ്ട. നാളെ മുതൽ എല്ലാവരും കണ്ണാടി യൂസ് ചെയ്യണം കേട്ടോ. അത് ഈ മേക്കപ്പ് ഇടാൻ മാത്രം ആവരുത്. മേക്കപ്പ് അത് നിങ്ങളെ ഇഷ്ടം, അപ്പോൾ ഞാൻ ഒന്നും അതിൽ ഇടപെടുന്നില്ല. അത് നിങ്ങൾ 1, 2, 3 മണിക്കൂറൊക്കെ ചിലവഴിച്ചോളൂ. പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവും. നിങ്ങൾ കണ്ണാടി മുമ്പിൽ നിൽക്കുക, ശരിക്ക് നന്നായിട്ട് പറഞ്ഞു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 6 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ആൻസർ നിങ്ങൾ നല്ല സ്റ്റൈലായിട്ട് പറഞ്ഞു നോക്കുക. ഫസ്റ്റ് നിങ്ങൾ ഹൂ ആർ യു, നിങ്ങൾ ആരാണ്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാൻ കഴിയണം. രണ്ടാമത് വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടുത്തുകാരിയാണ്, എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഈസ് യുവർ ഫാദർ ആൻഡ് വാട്ട് ഈസ് ഹി. അത് ആ തേർഡ് ക്വസ്റ്റ്യൻ്റെ ഭാഗം തന്നെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹി.
അദ്ദേഹം എന്താണെന്നല്ല, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹു ഈസ് യുവർ മോം, ഹു ഈസ് യുവർ മദർ ആൻഡ് വാട്ട് ഈസ് ഷീ. അവരുടെ ജോലി എന്താണ്, നിങ്ങൾ ഉമ്മയാരാണ്, അമ്മയാരാണ്, അവരുടെ ജോലി എന്താണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് യുവർ ആംബിഷൻ, നിങ്ങളുടെ ആഗ്രഹം. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം. നിങ്ങൾ നിങ്ങളുടെ ഒഴിവുകാല സമയങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻ ഇപ്പോൾ എഴുതിയൊക്കൊന്നും വേണ്ട, നമ്മളൊന്നൊരു 3-4 പ്രാവശ്യത്തിൽ പറയും. അത് കഴിഞ്ഞ ശേഷം ഒരു കഥ കൂടി ഇന്നുണ്ട്, ഒരു കഥ പറയാനുണ്ട്. ആ കഥ കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. നമുക്ക് ഒരാഴ്ചയിൽ 2-3 ക്ലാസ് എപ്പോൾ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഒരു 2-3 ആഴ്ചയോളം അങ്ങനെ പോകും. ശേഷം നമ്മുടെ മറ്റു വിഷയങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എങ്കിലും സ്പോക്കൺ അതിൻ്റെ കൂടെ സമാന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കും. എങ്കിലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഹൂ ആർ യു, നിങ്ങൾ എങ്ങനെ പറയുക? മൈ നെയിം ഈസ് എന്ന് പറയരുത്. അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂ തള്ളില്ല കേട്ടോ. നിങ്ങൾ പറയും സാറ് ഈഗോ ആണ്. ഇത് അനുഭവം പറയാണ്. ഇവിടെ ചില സ്കൂളിലൊക്കെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളായിട്ട് അവരെന്നെ വിളിക്കാറുണ്ട്, ഒരു ഫാക്കൾട്ടി ആയിട്ട്. അവർക്ക് അവരാണ് ഇൻ്റർവ്യൂ മെയിനും ടീം. ഞാൻ നമ്മളോട് ഈ കുട്ടിയോട് ചോദിക്കാനൊക്കെ നമ്മളോട് പറയാം, കാരണം നമ്മൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയാൻ അറിയാവുന്നതുകൊണ്ട് അവർ നമ്മളെ വിളിക്കും. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറയും, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങൾ എൻ്റെ മുഖം കാണുന്നില്ലേ? ഞാൻ ഇതേ മുഖഭാവത്തോട് കൂടിയാണ് അവിടെയൊക്കെ പറഞ്ഞത്. അല്ലാതെ അവിടെ ഭയങ്കര ഗമ കാണിച്ചു കണ്ട് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആരെയും പേടിപ്പിക്കാൻ പോക്കില്ല. എന്നിട്ട് പോലും കരഞ്ഞുകൊണ്ടും കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ടൊക്കെ വരുന്ന ടീച്ചർ ട്രെയിനിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ആരെയും പേടിക്കണ്ട. സത്യം പറഞ്ഞാൽ നിങ്ങൾ അത്രയും കഴിവിൽപ്പവർക്ക് ഈ മേഖലയിൽ ഉണ്ടാവില്ല, ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക്. പിന്നെ അവരുടെ വേഷവും അവരിയ്ക്കുന്ന ഇരിപ്പിടത്തിൻ്റെ ആ പ്രൈസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതുന്നത് മഹാസംഭവമാണെന്ന്. അങ്ങനെ സംഭവം ആക്കലേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊരു ട്രെൻഡാണ് ഈ സംഭവം ആക്കൽ. മനസ്സിലായല്ലോ? പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞ് തുടങ്ങാതെ ഐ ആം സുമയ്യ. സുമയ്യ ഈ ക്ലാസ്സിലുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഇനി സുമയ്യ ഉണ്ടെങ്കിൽ ഐ ആം സോറി. ഈ ഐ ആം സോറി ഇത് പറയാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഐ ആം സുമയ്യ ഫ്രം കാലിക്കറ്റ്. അപ്പോൾ സുമയ്യയുടെ നാട് കോഴിക്കോടാണെങ്കിൽ ഐ ആം സുമയ്യ ഫ്രം കാലിക്കറ്റ്. നിങ്ങൾ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് പറയണ്ട, നിങ്ങൾ സിമ്പിളാക്കി പറഞ്ഞാൽ മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരാളെ പേര് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതല്ല നല്ലത്. മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്. കേൾക്കുന്ന ആൾ മേപ്പെട്ട് നോക്കും, പടച്ചമ്പുരാനെ എന്തെത്രയും കൂട്ടി പറയാൻ. മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്. അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ 2007 ഗൾഫിൽ ദുബായ് ഷാർജ ബോർഡറിൽ ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ HR മാനേജറായിട്ട് ജോലി ചെയ്ത ആളാണ്. ഒരു വർഷത്തോളം കേട്ടോ. പിന്നെ അവിടുന്ന് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല. സാമ്പത്തിക മാന്ദ്യം വന്ന് കമ്പനി പൂട്ടി ഞങ്ങളുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഇംഗ്ലീഷ് കമ്പനി ആയിരുന്നു, ഫുള്ള് ബ്രിട്ടീഷുകാരായിരുന്നു അതിലുണ്ടായിരുന്നത്. ഞങ്ങൾ ചുരുക്കം 2-3 പേര് മാത്രമേ ഇന്ത്യക്കാരുള്ളൂ. അതിൽ മലയാളി എന്ന് പറയാൻ ഞങ്ങൾ 2 പേര് മലയാളീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സായിപ്പുമായിട്ട് പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഈ കടിച്ചാൽ പൊട്ടാത്ത സംഭവം സായിപ്പ് പറയാറേ ഇല്ല. അത് നമ്മൾ ഈ മലയാളികൾ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഞാൻ മഹാസംഭവമാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഒരാളെ പേര് ചോദിക്കണം, നിങ്ങൾ പറഞ്ഞാൽ മതി യുവർ ഗുഡ് നെയിം പ്ലീസ്. ഇതിൻ്റെ അർത്ഥം അയാൾക്ക് വേറൊരു പേരുണ്ട്, അത് മോശമാണ്, ആ പേര് പറയണ്ട, നിങ്ങൾ നല്ല പേര് മാത്രം പറഞ്ഞാൽ മതി എന്നല്ല. ഏതൊരാൾക്കും ഈ ഭൂമിയിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയാളുടെ പേരാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ടൈപ്പ് ചെയ്ത ഷോൾട്ടാ. ക്യാം ഇപ്പോൾ ഓണാക്കണ്ട, ഞാൻ ക്യാം ഓണാക്കാൻ അവസരം തരാം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? പറഞ്ഞോളൂ, ധൈര്യം പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഈ പാരൻസിനോട്. ഓക്കെ, ഇനി അടുത്തൊരാൾ കമൻറ്റ് പറഞ്ഞോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? എന്നോട്. മൈസെൽഫ് എന്നാണോ ഉദ്ദേശിച്ചത്?
ആ യെസ്, അയാൾ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. പാരൻസ് അല്ല, പാരൻസ് ആണെന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇനി ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ മൂപ്പര് കേൾക്കെ പറഞ്ഞോളി. ഇനിയിപ്പോൾ മൂപ്പര് എന്തെങ്കിലും ഗിഫ്റ്റ് തരാണ്ട് തന്നോട്ടെ കേട്ടോ. മൂപ്പര് കേൾക്കുന്നുണ്ടോ? നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ സോറി കേട്ടോ. പിന്നെ ഹസ്ബൻഡുമാരെ ഓക്കെ, ഹസ്ബൻഡ് കേൾക്കെ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തോടാണെന്ന്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. നിങ്ങൾക്ക് ഇനി മക്കളോടാണെന്ന് മക്കൾ കേൾക്കെ പറഞ്ഞോളൂ, ഓക്കെ. എന്നാൽ നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോട് തന്നെയാണ്. ഞാൻ സൈക്കോളജിയിലേക്ക് പോകുന്നില്ല, അത് എടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ഫാക്കൽറ്റി നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ചെയർമാൻ ആയിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ സൈനുലാബ്ദീൻ സാറ്. അദ്ദേഹം നിങ്ങൾ കൃത്യമായി പറഞ്ഞു തരും ആ കാര്യം. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മോട് തന്നെയാണ് മൈസ്. അതുകൊണ്ട് നന്നാക്കി പറഞ്ഞോളൂ. ആ പേരൊക്കെ നല്ല അടിപൊളിയാക്കി പറയാം. ഐ ആം നഫീസ മോൾ, ഐ ആം ഷബീന. ഇനി നിങ്ങൾ ഹസ്ബൻഡിൻ്റെ പേരോ ഉപ്പാൻ്റെ പേരോ നിങ്ങളെ പേരിൻ്റെ കൂടെ കൂട്ടി പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എടുക്കട്ടെ ഒരു വൈബ്. ഓക്കെ, ഐ ആം ഷജീന ഫ്രം മലപ്പുറം. ഷജീന മലപ്പുറത്തുനിന്നാണ് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഷജീന ഞാൻ നിങ്ങളെ പേര് കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം, സോറി കേട്ടോ. ഐ ആം ഷജീന ഫ്രം മലപ്പുറം. മൈ ഫാദർ ഈസ്, അടുത്തത് ഇങ്ങനെ പറയാം, മൈ ഫാദർ ഈസ് മിസ്റ്റർ. ഉപ്പാൻ്റെ പേര് ഒരു മിസ്റ്ററൊക്കെ ചേർത്തിട്ട് പറഞ്ഞാടി കേട്ടോ. എടുക്കട്ടെ, നമ്മൾ എന്തായാലും കല്യാണം വരെയെങ്കിലും നന്നായിട്ട് നമ്മളെ പോറ്റി വളർത്തില്ല. ഇപ്പോഴും നമുക്ക് താങ്ങും തണലുമായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. എടുക്കട്ടെ ഒരു മിസ്റ്റർ. ഓക്കെ, മൈ ഫാദർ ഈസ് മിസ്റ്റർ അബ്ദുറഹിമാൻ. മൈ ഫാദർ ഈസ് മിസ്റ്റർ രാമൻ. മൈ ഫാദർ ഈസ് മിസ്റ്റർ ഇഗ്നീഷ്യസ്. ആരാണോ നിങ്ങളെ ഫാദർ അദ്ദേഹത്തിൻ്റെ പേര് നല്ല അടിപൊളിയാക്കി പറയാം. ഓക്കെ, ആൻഡ് ഹീ ഈസ്, മൂപ്പരിപ്പം എന്താ ജോലി ചെയ്യേണ്ടത്? അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ പറയണം ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. ഞാൻ പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റഹ്മാൻ. ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. ഓക്കെ, ഇതോടെ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ ക്വസ്റ്റ്യൻ, മൈ മദർ ഈസ് മിസ്സിസ് റംല അബ്ദുറഹിമാൻ. ഓക്കെ, മൈ മദർ ഈസ് മിസ്സിസ് നിമിഷ രാമൻ. അത് ഞാൻ നിങ്ങൾ ഈ അമ്മയുടെ പേര് പറയുമ്പോൾ ഉമ്മയുടെ പേര് പറയുമ്പോൾ അതിൻ്റെ ഫാദറിൻ്റെ പേരും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു സ്റ്റൈല്, അത് സായിപ്പിൻ്റെ സ്റ്റൈലാണ്. ഓക്കെ, സായിപ്പ് ഉണ്ടാക്കിയ സ്റ്റൈലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൈലിൽ പറയുക കേട്ടോ. ഓക്കെ, ദെൻ മൈ മദർ ഈസ് മിസ്സിസ് റംല റഹ്മാൻ. ഷീ ഈസ് ഹൗസ് വൈഫ് എന്ന് ദയവ് എഴുതി ഹൗസ് വൈഫ് എന്ന് പറയരുത് കേട്ടോ. ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ വീട്ടിൽ അടിച്ചമർത്തപ്പെട്ടവൾ എന്ന ഒരു അർത്ഥം സാധാരണ ഈ ലിറ്റററി ഇല്ലെങ്കിലും നമ്മളെ നാട്ടിലെ ആൾക്കാർ കൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളാണെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു പരത്തുന്നത്. എന്തായാലും ഞാൻ പിന്നെ അതിൻ്റെ പിറകെ പോകുന്നില്ല. ഓക്കെ, അവിടെ ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ എന്ന് പറയാൻ എനിക്കിഷ്ടം. നമ്മുടെ ഉമ്മൻ്റെ കാര്യം പറയുമ്പോൾ ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഇവിടെ എടുക്കട്ടെ, നമ്മളെ 3-4 മക്കളെ ഇത്രയും വളർത്തി വലുതാക്കി അല്ലേ. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, പിന്നെ തലയിൽ വെച്ചാൽ പേൻ കടിക്കും, ഒക്കത്ത് വെച്ചാൽ കൊതുകടിക്കും എഴുതിയിട്ട് അല്ലേ അവർ മാറിൽ വെച്ചുകൊണ്ടാ നമ്മളെ വളർത്തി. എത്ര സ്നേഹിച്ച് വളർത്തിയില്ലേ. നമ്മളെ ഇത്രയും വിദ്യാസമ്പന്നയാക്കി മാറ്റാൻ വേണ്ടി ഇപ്പോഴും ചങ്കിന് ചങ്കായി കൂടെ നിൽക്കണില്ലേ. നിങ്ങൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും ആദ്യം നിങ്ങൾ ഷെയർ ചെയ്യും നിങ്ങളെ മദറിനോടല്ലേ. കെടുക്കട്ടെ ഒരു എഞ്ചിനീയറിങ്, കെടുക്കട്ടെ കേട്ടോ. മൈ മദർ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, ഡൊമസ്റ്റിക് എഞ്ചിനീയർ. വീട്ടിൽ ഈ 4-5 മക്കളെ സമയാസമയം കുളിച്ചു ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കുക, അവരെ ഹോംവർക്ക് ചെയ്തോ എന്ന് നോക്കുക, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ വാഷ് ചെയ്ത് അയൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇതൊക്കെ ഒരു എഞ്ചിനീയർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത മഹത്തായ വർക്കാണ്. ശമ്പളമില്ല. ഭൂമിയിൽ ഏത് അമ്മയാണ് ശമ്പളം വാങ്ങേണ്ടത്? പറഞ്ഞേ ഉണ്ടോ? അതുകൊണ്ട് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. മൈ മദർ ഈസ് മിസ്സിസ് ചന്ദ്രിക കുമാരൻ.
ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഓക്കെ, കറക്റ്റായി പറഞ്ഞു കേട്ടോ. ഇങ്ങനെ പറയണം. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ആംബിഷനാണ്. ആംബിഷൻ എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ. അതിങ്ങനെ പറയാം: മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ റോൾ മോഡൽ ടീച്ചർ. മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ റോൾ മോഡൽ ടീച്ചർ. മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ റോൾ മോഡൽ ടീച്ചർ. ഇനി വേണമെങ്കിൽ വേറൊരു സ്റ്റൈലും കൂടി പറഞ്ഞുതരാം, അതും പറയുന്നത് നല്ലതാണ്. രണ്ടും കൂടി പറയേണ്ട ഏതോ ഒന്ന് പറഞ്ഞാൽ മതി. ഐ വുഡ് ലൈക്ക് ടു ബി എ റോൾ മോഡൽ ടീച്ചർ ഇൻ മൈ ലൈഫ്. ഐ വുഡ് ലൈക്ക് ടു ബി എ റോൾ മോഡൽ ടീച്ചർ ഇൻ മൈ ലൈഫ്. ഐ വുഡ് ലൈക്ക് ടു ബി എ റോൾ മോഡൽ ടീച്ചർ ഇൻ മൈ ലൈഫ്. ഓക്കെ, ഇങ്ങനെ സ്റ്റൈലായിട്ട് എന്ത് ചെയ്യണം? പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ, ആഗ്രഹമല്ല, നമ്മളെ ഫ്രീ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടത്? ഹൗ വുഡ് യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം? നിങ്ങളെ ഒഴിവ് സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു താങ്ക്സ് ആണ് പറഞ്ഞ് നമ്മളെ ഈ ടാസ്ക് അവസാനിക്കുകയാണ്. സാറ് ഫസ്റ്റ് സ്പോക്കണിനെ വന്നിട്ട് ടാസ്ക് എന്നൊന്നും പറയരുത്. ഇതൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങളെന്തായാലും ഇന്ന് നമ്മൾ തിങ്കളാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ആഴ്ച ഒന്നും നിങ്ങൾ ഈ ടാസ്ക് ചെയ്യേണ്ട. നിങ്ങൾ വീട്ടിൽ നിന്ന് കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. കണ്ണാടിയിൽ കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങളെ വായ, നിങ്ങളെ മുഖം ആളുകൾ കാണാൻ കഴിയാത്ത പോലെ വികൃതമാവുന്നുണ്ടോ ശ്രദ്ധിക്കുക. വികൃതമാവുന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലൊക്കെ മാറ്റിയിട്ട് ഒരു സ്റ്റൈലൻ ഒരു കോലം വരുത്തുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. അടുത്ത ആഴ്ച നിങ്ങളത് വീഡിയോ വേണ്ട. കാരണം ഫസ്റ്റ് തന്നെ വീഡിയോ ഒക്കെ എടുത്തുകാണ്ട് എനിക്ക് അയച്ചാൽ പറയും പ്രയാസം ഉണ്ടാവും. നിങ്ങൾ ഒരു വോയിസ് ആക്കിയിട്ട്, നിങ്ങളെ ഫോണിലൊക്കെ വോയിസ് റെക്കോർഡർ ഉണ്ടാവുമല്ലോ അല്ലേ? ആ വോയിസ് റെക്കോർഡ് എടുത്തിട്ട് ശരിക്കും റെക്കോർഡ് ചെയ്ത് ഇനി അഥവാ തെറ്റിപ്പോയാൽ ഡിലീറ്റ് ചെയ്യാം, വീണ്ടും റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ചെയ്ത് മനസമാധാനത്തോടു കൂടി ചെയ്ത് അയച്ചു തന്നാൽ മതി. എൻ്റെ നമ്പർ ഞാനിന്ന് ക്ലാസ് നോട്ടിഫിക്കേഷൻ അയച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ട്, നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വെച്ചുകൊണ്ടു. ഓക്കെ, അപ്പോൾ ടാസ്ക് നമ്മൾ എന്താ അറിയോ, ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഇതാണ്. നിങ്ങളെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നോട് കൂടി ഇനി നിങ്ങൾ ലൈഫിൽ പരാജയപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കൂല. കോഴ്സിന് പരാജയപ്പെടുന്ന കാര്യം മാത്രമല്ല ഞങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്തത് അല്ലേ? ഈ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ കോൺവൊക്കേഷനും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങി പോയതിന് ശേഷം ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ കഴിയണം. നിങ്ങൾ ജൂൺ 2-ാം തീയതിയാണ് ടീച്ചറായി ജോലി കയറുന്നെങ്കിൽ കൃത്യം ജൂലൈ 1-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങളെ അക്കൗണ്ടിൽ സാലറി കയറിയിരിക്കണം. അതും പറയണം കൂടുതൽ. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുക, അതുവഴി കുടുംബത്തിൽ താങ്ങും തണലും ആവാം. എന്നോട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊരു കാര്യം ഷെയർ ചെയ്യണം. നമ്മുടെ ഇതിന് മുമ്പുള്ള ബാച്ചിൽ, ഇപ്പോൾ നിങ്ങൾ 6-ാമത്തെ ബാച്ചല്ലേ, 5-ാമത്തെ ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ പുസ്തകമൊക്കെ അയക്കേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ പുസ്തകം അയച്ചിരുന്നു. അങ്ങനെ ആ കുട്ടി പുസ്തകം എനിക്ക് തിരിച്ചു വന്നു. ആ കുട്ടി സ്വീകരിക്കാതെ, കുട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, കാരണം അഡ്രസ്സിൽ എന്തോ പ്രശ്നം വന്നതായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ അയച്ചു, അതും തിരിച്ചു വന്നു. അപ്പോൾ അവസാനം പിന്നെ എനിക്ക് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ ബൈ ഹാൻഡ് നാട്ടിൽ വന്നുകൊണ്ട് പുസ്തകം തരിക എന്നുള്ളത്. കാരണം അതൊക്കെ ഞങ്ങളുടെ കടമയിൽ പെട്ടതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ നിന്ന് ഒരു 48 കിലോമീറ്ററോളം ദൂരമുണ്ട്, ഉള്ളേരിയാണ്. ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ എത്തി. അപ്പോൾ ഈ കുട്ടിയെ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് വിളിച്ചിരുന്നു. ഞാൻ അവിടെ എത്തുന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹം അവിടെ ബസ് സ്റ്റാൻഡൊന്നുമല്ല, ഒരു റിമോട്ട് വില്ലേജാണ്. അപ്പോൾ അവിടെ ബസ് നിർത്തിയിടുന്ന സ്ഥലത്ത് അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറേ പെട്ടെന്ന് പോകണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിയെ, അല്ല നമുക്ക് ചായ കുടിച്ച് അല്പസമയം ഇരിക്കാം, സാറ് ഫ്രീ അല്ലേ ചോദിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനത്തെ പാരൻസിനെ കണ്ടാൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ കുറച്ച് സമയം അവരുടെ കൂടെ ചിലവഴിക്കും. അത് നമ്മുടെ ഒരു ശീലമാണ്. അപ്പോൾ എന്നെ ചിലവഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങളോട് ഷെയർ ചെയ്തു. മൂപ്പരെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു, എൻ്റെ കണ്ണും നിറഞ്ഞു. കാരണം ഞാനും മനുഷ്യനാണല്ലോ അല്ലേ. ഞാനും നിങ്ങളൊക്കെ പാരൻസിനെ പോലെ, നിങ്ങളൊക്കെ ഹസ്ബൻഡുമാരെ പോലെ ഞാനൊരു ഭർത്താവാണ്. എനിക്കും ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം
അദ്ദേഹം പറയണ എനിക്ക് സാമ്പത്തികമായി കുറേ പ്രയാസങ്ങളുണ്ട്. പിന്നെ അവൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. അവൾ ഡിഗ്രി വരെ പഠിച്ചിരുന്നു. കല്യാണത്തോടു കൂടി പിന്നെ പറഞ്ഞയക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പോകാൻ പറഞ്ഞെങ്കിലും അവൾക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൾക്ക് ഇപ്പോൾ ടീച്ചറാവണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ടീച്ചറായി കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു കംഫർട്ടാവും. കാരണം അവൾക്കൊരു 8,000, 9,000, 8,000, 10,000 സാലറി കിട്ടുകയാണെങ്കിൽ, നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചേഴ്സിനൊക്കെ നോർമലി ഫസ്റ്റ് സാലറി ഒരു 9,000 ആവറേജ് കണ്ടാൽ മതി. എന്നാൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ 12,500 വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത്ര സ്കൂളിൽ കയറാൻ എന്താ വഴി എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൾക്ക് എൻ്റെ കുടുംബത്തിന് ഒരു താങ്ങു തണുവാൻ കഴിയും സാറേ എന്ന പ്രതീക്ഷയിലാണ്. ഞാൻ പറഞ്ഞത് ഉറപ്പല്ലേ, അവർ വിജയിക്കും. അപ്പം അത്തരം പാരൻസ് നിങ്ങളുടെ പാരൻസിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന ഒരു വിശ്വാസത്തിലൂടെ ഞാൻ കാര്യം അവതരിപ്പിക്കുകയാണ്. സോ നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് A to Z ഇന്ന് മുതൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയി, ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ ജോയിൻ ആകുന്നത് വരെയുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, മോട്ടിവേഷൻസ് ഒക്കെ ഞങ്ങൾ ഇവിടെ തരും. ഒരു പേടിയും ആ കാര്യത്തിൽ വേണ്ട കേട്ടോ. 6 ബാച്ച് ഉണ്ടായത് വെറുതെ അല്ലെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഞങ്ങളെ ഫസ്റ്റ് ബാച്ചിൻ്റെ കോൺവൊക്കേഷനും ഫസ്റ്റും സെക്കൻഡും ബാച്ചിൻ്റെ കോൺവൊക്കേഷൻ കഴിഞ്ഞു. അവരിൽ പല കുട്ടികളും സ്കൂളിൽ ജോയിൻ ആയി കഴിഞ്ഞു. അടുത്ത 2-ാം തീയതി മുതൽ അവർ സ്കൂളിൽ പോവുകയാണ്. അടുത്ത 2-ാം തീയതി അല്ല, ജൂൺ 2-ാം തീയതി മുതൽ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിൽ എക്സാമിൽ നിങ്ങൾ പരാജയപ്പെടാൻ ഞങ്ങൾ എന്തായാലും സമ്മതിക്കൂല. ലൈഫിൽ നിങ്ങൾ പരാജയപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കൂല. കൂടെ തന്നെ ഉണ്ടാവും കട്ടക്ക് സപ്പോർട്ടായിട്ട്. സോ അതുകൊണ്ട് ഈ ഫസ്റ്റ് ഞാൻ തരുന്ന ഈ ടാസ്ക് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യുക, ആത്മാർത്ഥമായി ചെയ്യുക. നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? ആദ്യം ഹു ആർ യു എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. 2 വേർ ആർ യു ഫ്രം. അടുത്തത് ഹു ഈസ് യുവർ ഫാദർ ആൻഡ് വാട്ട് ഈസ് ഹി. നെക്സ്റ്റ് ഹു ഈസ് യുവർ മദർ, വാട്ട് ഈസ് ഷീ, ആൻഡ് വാട്ട് ഈസ് യുവർ ആംബിഷൻ. നിങ്ങൾ ആഗ്രഹം എന്താണ്? ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പറയാം. ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം ബൈ റീഡിങ് ബുക്സ്. എപ്പോഴും കാര്യങ്ങൾ പോസിറ്റീവായി പറയണം. നിങ്ങളിൽ പല ആൾക്കാരും ചിലപ്പോഴൊക്കെ ഒഴിവ് സമയം ഉറങ്ങിക്കൊണ്ടാവും ചിലവഴിക്കുക. ദയവ് കരുതി അത് പറയരുത്. പകല് ഉറങ്ങുന്ന ആൾക്കാരെ പല സ്കൂളുകളും ജോലിക്ക് എടുക്കൂല. മനസ്സിലായില്ലേ? കാരണം സ്വന്തം കുഴി തോണ്ടാൻ ഒരു സ്കൂൾ മാനേജറും തയ്യാറാവില്ല. അതുകൊണ്ട് പകൽ നിങ്ങൾ ഫ്രീ ടൈം ഉറങ്ങുകയാണെങ്കിൽ പോലും അത് പുറത്ത് പറയരുത്. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളി കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് പറയാം, ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം ബൈ റീഡിങ് ബുക്സ്. ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം ബൈ റീഡിങ് ബുക്സ്. അല്ലെങ്കിൽ പറയാം ബൈ സ്റ്റാമ്പ് കളക്റ്റിംഗ്, ബൈ കളക്ടിങ് സ്റ്റാമ്പ്, ബൈ റീഡിങ് ന്യൂസ് പേപ്പർ, ബൈ വാച്ചിങ് മൊബൈൽ. ബൈ വാച്ചിങ് മൊബൈലും അത്ര നല്ലതല്ല. കാരണം ഈ മൊബൈലിൽ ഫുൾ ടൈം അഡിക്റ്റ് ആയിരിക്കുന്ന ടീച്ചേഴ്സിന് ഇൻ്റർവ്യൂവിലൊക്കെ കയറിക്കൂടാൻ കുറച്ച് സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ മൊബൈലിൽ അത്രയൊന്നും അഡിക്റ്റ് അല്ല എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടണം. അതിന് ഈ കാര്യം പറയാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളൊരാളായിട്ട് ഈ കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആദ്യം ഇങ്ങനെ പറയാം. ഹലോ എവ്രി വൺ, good morning to you all. I am Regina Mansoor from Ernakulam. My father is Mr. Muhammad Kutti. He is at abroad. My mother is Mrs. Razia Muhammad Kutti. She is domestic engineer. My ambition is to become a role model teacher. I would spend my free time. I spend my free time by reading books, sometimes watching television. That's all about myself. That is all about myself. That's all about myself. Thank you. ഇത്രയും പറയാം. ഇത് ഞാൻ പറഞ്ഞ ഈ സ്റ്റൈലിൽ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഒന്നുകൂടി വേണോ? ഒന്നുകൂടി പറഞ്ഞു തരണോ? എല്ലാവരും ക്ലിയർ ആണോ? റെഡി ആണോ എല്ലാവർക്കും?
ഓക്കെ, വൺസ് അഗെയിൻ. അപ്പോൾ ശരിക്കും ഇത് ഈ ക്ലാസ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് വരുന്ന ആളുകൾ എന്തായി എവിടായി എന്ന് ആലോചിച്ച് പരിഭ്രാന്തി ആവണ്ട. ആദ്യം മുതലുള്ള ക്ലാസ് കറക്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ലിങ്ക് നാളെ തരും. ഇന്ന് രാത്രി കുറേ വർക്കുകളുണ്ട്. പിന്നെ നമ്മുടെ SCRT കൗൺസിൽ എന്ന നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ സഹോദര സ്ഥാപനങ്ങൾ ഡ്രീംസ് അക്കാഡമി, വീക്കാൻ അക്കാഡമി, ലോഡ് ഓഫ് നമുക്ക് സഹോദര സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുക എന്നുള്ള പണി എനിക്കാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ മോണ്ടിസോറിയുടെയും പ്രീ പ്രൈമറിൻ്റെയും ഒക്കെ തന്നെ 5 വിഷയങ്ങൾ വരുന്ന സിലബസും ഒക്കെ തയ്യാറാക്കിയത് ഞാൻ തന്നെയാണ്. ഇത് ഈഗോ അല്ലട്ടാ, നിങ്ങൾ സാറ് എസ്റ്റാണെന്ന് പറയരുത്. ഫ്രീ ടൈം ഇല്ലയെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രീ ടൈം സാറിൻ്റെ ഒരു ഗഡ്സ് എന്ന് കരുതണ്ട. നമുക്കിങ്ങനെ കുറേ വർക്കുകളുണ്ട്. ഇപ്പോൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ജീറിയാട്രിക് കെയർ അസിസ്റ്റൻറ്റ്, HR എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ സിലബസും സ്കീമും ബുക്ക് തയ്യാറാക്കുന്ന വർക്കിലാണ് ഇപ്പോഴുള്ളത്. സോ അതുകൊണ്ട് തന്നെ നാളെ മോർണിംഗ് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. നന്നായിട്ട് നിങ്ങൾ കേൾക്കുക. പല പ്രാവശ്യം യൂട്യൂബ് കിട്ടുക എന്ന് ആരും പറയില്ലല്ലോ, അല്ലേ? അതായത് പഠിക്കാനുള്ള വീഡിയോ കിട്ടൂല, പക്ഷേ ചട്ടം പീസ് കിട്ടാറുണ്ട്, അങ്ങനെ ആരും പറയില്ലല്ലോ. ചട്ടം പീസ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ചട്ടം പീസ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ യൂട്യൂബ് വീഡിയോയും കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ലിങ്ക് ഞാൻ അയച്ചു തരുന്നുണ്ട്. നിങ്ങൾ പല പ്രാവശ്യം കണ്ട് ക്ലിയർ ആക്കാം. സോ വൺസ് അഗെയിൻ നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറുന്ന പോലെ മനസ്സിൽ തോന്നുക. അത് വേണമെങ്കിൽ നമ്മൾ ക്ലാസ്സിലേക്ക് കയറിയിട്ട് നമ്മുടെ മുമ്പിൽ കുട്ടികളുണ്ട് എന്ന വിചാരത്തോടു കൂടി കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാം, ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ് ടു യു ഓൾ. I am Femina Majid from Trivandrum. My father is Mr. Jalil Rahman. He is no more. പലപ്പോഴും ഈ പിതാവ് മരണപ്പെട്ട അവസ്ഥയിൽ എന്താണ് പറയാൻ സംശയം ഉണ്ടാവും. അതിന് ആൻഡ് ഹീ ഈസ് നോ മോർ. ഹീ ഈസ് ഡൈഡ് എന്ന് പറയരുത്, അതതിൻ്റെ സ്റ്റൈലല്ല. ഹീ ഈസ് നോ മോർ. ഓക്കെ, ഹീ ഈസ് നോ മോർ, MORE, മോർ. ഓക്കെ, മൈ മദർ ഈസ് മിസ്സിസ് റംഷിയ ജലീൽ റഹ്മാൻ. ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. My ambition is to become a role model teacher. ഇത് വേറൊരു മോഡലും പറയാം. I would like to become a role model teacher in my life. And I would spend my free time by reading books. That's all about myself. Thank you. That is all about myself. ഇത്രയേ ഉള്ളൂ എന്നെ കുറിച്ച് പറയാൻ അർത്ഥം. That is all about myself. ഇത്രയേ ഉള്ളൂ എന്നെ കുറിച്ച് പറയാൻ. താങ്ക് യു. ഇത്രയും നിങ്ങൾ സ്റ്റൈലായിട്ട് പറയാം കേട്ടോ. ഞാൻ ആരെ കേൾക്കുന്നോ ഒന്നുള്ള ബേജാറുണ്ടാവരുത്, ഇനി ആരെ കളിയാക്കുന്നുള്ള തോന്നലുണ്ടാവരുത്. നമ്മൾ അതിനു വേണ്ടി ജനിച്ചവരല്ല. എന്തായാലും നനഞ്ഞു. ഇപ്പം നിങ്ങൾ TTC കോഴ്സിന് ചേർന്ന കാര്യം നിങ്ങളെ കുടുംബത്തിലും അയൽവക്കത്തൊക്കെ അറിഞ്ഞേക്കണം. ഇങ്ങനെ ടീച്ചറായിട്ട് പുറത്ത് വന്നില്ലെങ്കിൽ അവന്മാർ കളിയാക്കും. അതായത് നനഞ്ഞു, നല്ല വിലയേറിയ സോപ്പ് തേച്ച് കുളിച്ച് കേട്ടെന്നെ കയറാം കേട്ടോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തായാലും നമ്മുടെ നാട്ടിൽ ഞാൻ എൻ്റെ ഉമ്മ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തെ ഞാൻ കുറ്റപ്പെടുത്തല്ല, അങ്ങനെ പറയല്ല. പക്ഷേ ഒരു ട്രെൻഡ് നമ്മുടെ സ്ത്രീ സഹോദരിമാരുടെ സമൂഹത്തിലുണ്ട്. എന്താ വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും കുറച്ചൊരു കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പലപ്പോഴും അവളെ കളിയാക്കുന്ന കാര്യത്തിൽ ഒരു സാഡിസ്റ്റ് പുരുഷന്മാരുണ്ട് കേട്ടോ. പുരുഷന്മാരും ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചവർ തന്നെയാണ്. പക്ഷേ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ നോവിക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെ സമൂഹത്തിലുണ്ട്. തമാശയിലൂടെ ആണെങ്കിൽ പോലും അത് പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഓക്കെ, ഒരിക്കലും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. യെസ്. അപ്പോൾ ഞാൻ നോക്കണില്ല ആര് കളിയായിക്കോട്ടെ, അല്ലേ? ഹല്ലി വല്ലി, ഈ അറബിയിൽ പറയാറുണ്ട് ഹല്ലി വല്ലി. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് എല്ലാവരും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ടാഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവരും
ഭംഗിയായിട്ടൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് മാത്രം നീക്കി വെച്ചാൽ മതി. കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് കണ്ട് അധികമായൊക്കെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ക്ലാസ് റെക്കോർഡിംഗ് ഉണ്ടല്ലോ, റെക്കോർഡിംഗ് കണ്ട് ആദ്യം എല്ലാ കാര്യവും ഒന്ന് എഴുതി വെച്ചോളൂ. എന്നിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച കേട്ടോ, നാളെ അല്ല അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾക്ക് അതെനിക്ക് വോയിസ് ആയിട്ട് അയച്ചു തരാം. എനിക്ക് അയച്ചു തരിക. ഞാനൊന്ന് കേട്ടിട്ട് എങ്ങനെയുണ്ട് പെർഫോമൻസ് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പാകപ്പിഴവുകളുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ പറയില്ല, പകരം പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുണ്ട്. എല്ലാവരും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഞാൻ ഇന്ന് ഒരു രസകരമായ കഥയോട് കൂടി ക്ലാസ് ആരംഭിക്കണം എന്നാണ് വിചാരിച്ചത്. ബട്ട് സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ് മറ്റന്നാളെ ആയിരിക്കും, അതായത് ബുധനാഴ്ച കേട്ടോ. അപ്പോൾ ഒരു കാര്യം എല്ലാവരും, കാരണം ഇന്ന് എനിക്ക് ക്ലാസ് ഇംഗ്ലീഷിൽ തന്നെ എടുക്കാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ഫുള്ള് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങളെല്ലാവരും ഒരേപോലെ കഴിവുള്ളവരല്ല. ഇതിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞവരുണ്ട്, അവർക്ക് ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും, കാരണം സ്കൂളിൽ നിന്നുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ട്. മറ്റു പല ആളുകളും ഒരു പക്ഷേ ഈ പറഞ്ഞ വിഭാഗത്തെക്കാളും നന്നായി പഠിച്ചിരുന്നവരായിരുന്നുവെങ്കിലും കല്യാണത്തിന് ശേഷമുള്ള 5, 8, 10 വർഷം ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതൊന്നും ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞാലിപ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് എല്ലാവരെയും ഒരേ രീതിയിൽ നോക്കണമല്ലോ. നമുക്ക് എല്ലാവരെയും എന്ത് ചെയ്യണം, നമുക്ക് മുന്നണി കൊണ്ടുവരണം. നമുക്ക് കല്യാണം കഴിഞ്ഞ് 10 വർഷം അടുക്കളയിൽ മാത്രം കഴിച്ചു കൂട്ടി ഇപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് കോഴ്സിൽ ജോയിൻ ചെയ്ത അവരെയും നമുക്ക് അടുത്ത വർഷം നമ്മളെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ ശേഷമുള്ള അറബി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ ശേഷമുള്ള ടീച്ചറാക്കി നമുക്ക് വളർത്തിയെടുക്കണം. കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞവരെയും കഴിഞ്ഞ വർഷം ഡിഗ്രി കഴിഞ്ഞവരൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ടീച്ചറാക്കി വളർത്തിയെടുക്കണം. അപ്പം അതിന് എല്ലാവരും നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അത് സമയം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളത് കണ്ടെത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ മോട്ടിവേഷനിലേക്ക് പോകണില്ല, കാരണം എനിക്ക് എൻ്റെ കാര്യത്തിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്കായിട്ടൊരു അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കണം. അത് എപ്പോഴെങ്കിലും ടൈം, ഇപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയ ശേഷം മക്കളെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ആ ടൈമിനോ ഓക്കെ, ഒരു 5 o'clock എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാര്യം ഭംഗി നടക്കും. ഓക്കെ, 5 o'clock എഴുന്നേൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ 2 ദിവസം ചിലപ്പോൾ ഒരു ഉറക്കച്ചടപ്പ് ഉണ്ടാവും, പിന്നെ അതാണ് ശരിയായിക്കോളും. നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ആഗ്രഹം, നമ്മൾ ഒരു നല്ല ടീച്ചറായിട്ട് മാറാൻ നമ്മൾ ആഗ്രഹിച്ചു, എത്തേണ്ടടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പിന്നെ ശിരസ വഹിക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് all of you must follow it. Only then you can be a good and you can be a role model teacher in your life. When sometimes people think that they cannot do anything because we are Malayalis, and if we would like to become a role model teacher, we must have the capacity to communicate English as well. But I would like to tell you that you can be a role model teacher, you can be a good communicator in your life only by practicing. ഈ പ്രാക്ടീസിലൂടെ അല്ലാതെ ഒരു കാര്യവും സാധ്യമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രാക്ടീസ് ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ഡേ നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുക, ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നാളെ പ്രാക്ടീസ് ചെയ്യുക, മറ്റന്നാളെ പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്തോളി. ഇനി കണ്ണാടിന് മുമ്പിൽ നിൽക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കിടന്നുകാണ്ട് ഉറക്കം വരുന്നതിന് മുമ്പ് നമ്മളൊരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ ഫാനുമേൽ നോക്കിയാണ്ട് നമ്മളിങ്ങനെ ആലോചിച്ച് കിടക്കൂലേ, അപ്പം ചെയ്തോളി. എപ്പോഴായാലും ഇത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാരണം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സഫലീകരിക്കും. ഐ ആം ഡാം ആൻഡ് ഷുവർ അബൌട്ട് ഇറ്റ്. എനിക്ക് സംശയമില്ല കാര്യത്തിൽ. കാരണം ഇപ്പോൾ എൻ്റെ ലൈഫിൽ പിന്നെ 27ാമത്തെ കൊല്ലാണ് ഞാൻ ഒരു മോണ്ടിസോറി ടീച്ചർ ട്രെയിനറായിട്ട് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. കാരണം മോണ്ടിസോറി പഠിക്കുന്ന കുട്ടികൾ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്, അഥവാ പ്രീ പ്രൈമറി പഠിക്കുന്ന കുട്ടി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ലൈഫിൽ 27 വർഷമായി. പിന്നെ ഡിഗ്രി PG ഒക്കെ ഉണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്,
നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും, വിജയിക്കും. ശ്രമിക്കണം. അതല്ലാതെ നമ്മൾ ചെറിയ വായിൽ വലിയ വർത്താനം പാടില്ല. ഓക്കെ, എന്ത് കാര്യവും നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി ക്ലാസ് അല്ലേ കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ ക്ലാസ് എല്ലാവരും കേട്ടു. എനിക്ക് നിങ്ങളെ പരിചയമില്ല, നിങ്ങൾക്ക് എന്നെയും പരിചയമില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ വോയിസിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അറിയിച്ചാലും കുഴപ്പമില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ വന്നോ, പകപ്പിഴവുകൾ വന്നോ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാവുന്നതാണ്. ഓക്കെ കേട്ടോ. ഞാനങ്ങനെ ഓപ്പൺ മൈൻഡാണ്. അല്ലാതെ എൻ്റെ രീതി മാത്രമാണ് ശരി, അല്ലെങ്കിൽ അങ്ങനെ ആയാലേ ശരിയാവുള്ളൂ എന്ന് ഒരു നിർബന്ധ ബുദ്ധി നമുക്കില്ല. ഓക്കെ കേട്ടോ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പല മേഖലയിലും എന്നേക്കാൾ കൂടുതൽ അറിവും അനുഭവ സമ്പത്തും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ആ മേഖലയിലുള്ള അറിവ് എനിക്ക് കിട്ടുന്നത് പിന്നെ വലിയ കാര്യമല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൽ വേണമെങ്കിൽ അങ്ങനെ അറിയിക്കാം, അല്ലെങ്കിൽ എന്നെ പേഴ്സണലായി അറിയിച്ചാലും എങ്ങനെ അറിയിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഡിസ്കഷൻ ഗ്രൂപ്പ് ഇത്തരം കാര്യങ്ങൾക്ക് ഉള്ളതാണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ പിന്നെ എല്ലാവരും ജോയിൻ ചെയ്തല്ലോ അല്ലേ. ഇന്ന് ക്ലാസ്സിലാകെ 19 പേരെ ജോയിൻ ആയിട്ടുള്ളൂ കേട്ടോ. ഫുള്ളാൾ എത്തിയിട്ടില്ല. എന്തായാലും ക്ലാസ്സിൽ എല്ലാവരും വേണം. അടുത്ത ക്ലാസ് ബുധനാഴ്ചയാണ്. രാവിലെ തന്നെ നോട്ടിഫിക്കേഷൻ തരും. ഗൂഗിൾ മീറ്റിലാവും ക്ലാസ് ഉണ്ടാവുക. പക്ഷെ നമ്മുടെ മെയിൻ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വേറൊരു ആപ്പിലേക്ക് മാറും കേട്ടോ. ആ കാര്യമൊക്കെ നമ്മുടെ മാനേജ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ നിർദ്ദേശം തരും. ആ നിർദ്ദേശം എല്ലാവരും ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, സംശയങ്ങൾ ദൂരീകരിക്കുക. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യല്ലേ, റെഡിയല്ലേ എല്ലാവരും അല്ലേ? ഇന്ന് നിർത്തിയല്ലേ ക്ലാസ്? ഓക്കെ. അപ്പോൾ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ ആദ്യം ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഫീഡ്ബാക്ക് ചോദിക്കേണ്ടത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്കിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ റിയലി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമ്മൾ കഥ വെച്ചാവും സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ കഥയിൽ നമ്മൾ പറയാൻ പോകേണ്ട കഥയുടെ പേര് ഇപ്പോൾ തന്നെ ഔട്ട് ചെയ്യാണ്. കഥയുടെ പേരാണ് ഒരമ്മയും 8 മക്കളും. ഒരമ്മയും 8 മക്കളും. ഓക്കെ. ഒരു പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്ക് മറ്റൊരു കഥ സ്റ്റാർട്ട് ചെയ്യാതെ വയ്യ. ആംസ്ട്രോങ് കണ്ട പാത്തുമ്മ, അഥവാ നീൽ ആംസ്ട്രോങ് കണ്ട ഫാത്തിമ എന്ന കഥ അടുത്ത ക്ലാസ്. 2 കഥ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. 2 കഥ മാത്രമല്ല കേട്ടോ, അതിന് കാര്യമുണ്ട്. ഓക്കെ, സാറ് കഥ പറയാൻ വേണ്ടി വന്നാണോ ചോദിക്കരുത്. കഥയിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ കുറേ കാലം മുമ്പുള്ള മോഹമായിരുന്നു. അതങ്ങനെ ലൈഫിൽ പ്രാക്ടിക്കലായി. ഓക്കെ, സോ നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ വിത്ത് എ ലോട്ട് ഓഫ് സ്വീറ്റ് ഡ്രീംസ്. ഇനി ഓരോരുത്തരായിട്ട് ലീവ് ചെയ്തോളൂ കേട്ടോ. ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയിക്കോളൂ.